തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ടോപ്പ് ഗിയറിലേക്ക് മാറ്റിയോ? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ റാലി കഴിഞ്ഞ ദിവസം 11-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അഭിസംബോധന ചെയ്തുകൊണ്ട് എറണാകുളത്ത് നടന്നതോടുകൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിനുശേഷം പാർട്ടിയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡ് ഞങ്ങളുടെ ആദ്യ ഘട്ടത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തു. അതിന്റെ വിശദാംശങ്ങളും ബാക്കിയുള്ള പ്രഖ്യാപനവും മിക്കവാറും നാളെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകളും ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെയോ മറ്റന്നാൾ രാവിലെയെങ്കിലുമോ എല്ലാ സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥിതി. അല്ല, സമയം കുറഞ്ഞു പോയോ? അടുത്ത ആഴ്ചയിൽ നമുക്ക് നോമിനേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇത് മാത്രമല്ല, ആകെ 25 ദിവസം സമയം എല്ലാ തെരഞ്ഞെടുപ്പിലും സമയത്തിന്റെ കാര്യം കറക്റ്റാണ്. അതായത് 7 ദിവസം സ്ഥാനാർത്ഥി നോമിനേഷന്, 2 ദിവസം അത് പിൻവലിക്കാൻ, അല്ല അതിനു മുമ്പ് 1 ദിവസം സൂക്ഷ്മ പരിശോധന, അത് കഴിഞ്ഞ് 14 ദിവസം പ്രചരണത്തിൽ ഉൾപ്പെടെ. അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയമാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കുറയുകയും കൂടുകയും ഒന്നും ചെയ്യാറില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീയതികൾ വെച്ച് തന്നെയാണ് ചെയ്യാറ്. കഴിഞ്ഞ തവണ 12-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു, ഏപ്രിൽ 6-ാം തീയതി, മാർച്ച് 12-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു, ഏപ്രിൽ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തവണ മാർച്ച് 15-ന് ഇന്ന് പ്രഖ്യാപനം വന്നു, നാളെ നോട്ടിഫിക്കേഷൻ വരുന്നു, 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കൃത്യമായിട്ടുള്ള സമയം തന്നെ. ഇപ്പോ നോക്കൂ, LDF-ന്റെ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്തെയും നേമത്തെയും വട്ടിയൂർക്കാവിലും ഒക്കെ, അതായത് BJP നേരിട്ട് മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളൊക്കെ റോഡ് ഷോ നടത്തുന്നു, വലിയ ആരവം ഉണ്ടാക്കുന്നു. BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് വൈകിപ്പിക്കണോ? അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ പ്രവർത്തകർക്ക്? അല്ല, ഈ റോഡ് ഷോ കൊണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ബഹുമാന്യനായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം ഇവിടെ വലിയ റോഡ് ഷോ നടത്തി അവസാനിച്ച് റിസൾട്ട് വന്നപ്പോ CPM-ന്റെ കയ്യിലുണ്ടായിരുന്ന 9 സീറ്റ് BJP-യുടെ കയ്യിലേക്ക് വന്നു. അപ്പോ കഴക്കൂട്ടത്ത് കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് റോഡ് ഷോ കൊണ്ടൊന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഈ സംസ്ഥാനത്ത് എന്തൊക്കെ നടന്നു എന്നറിയാം. ഓരോ CPM-ന്റെ സ്ഥാനാർത്ഥിയുടെയും ചരിത്രം അറിയാം. അതൊക്കെ ജനങ്ങൾ പരിശോധിക്കും. ജനങ്ങൾ പരിശോധിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. ഓക്കെ. അല്ല, കഴക്കൂട്ടത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. അല്ല, കഴക്കൂട്ടത്തെ ഇറങ്ങിക്കഴിഞ്ഞോ കാര്യങ്ങളൊക്കെ? ഇപ്പോ മറ്റുള്ളവർ ചെയ്യണത് പോലെ ഓപ്പൺ ആയിട്ട് കഴക്കൂട്ടത്ത് എനിക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ തന്നെയാണ്. ഓക്കെ. കാലമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്.